പ്രൈസ് ലോർഡ്. സഹോദരങ്ങളെ, നമ്മളിന്ന് നമ്മുടെ ഈ നിമിഷം വരെയുള്ള മുഴുവൻ പാപത്തിനും ഈശോയിൽ നിന്ന് മോചനം സ്വീകരിച്ചിരിക്കുകയാണ്. എബ്രായ ലേഖനം 8:12 നമ്മൾ കേട്ടു, നിന്റെ പാപങ്ങൾ ഇനി മേലിൽ ഞാൻ ഓർക്കുക പോലും ഇല്ല എന്ന്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈശോ പാപത്തെ തുടച്ചു നീക്കിയിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഈശോ തറവാത രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ തറവാത രോഗിക്ക് രോഗസൗഖ്യം കിട്ടി. പാപമോചനം നമ്മളെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ചില സൗഖ്യത്തെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. നമ്മുടെ ഉള്ളിലെ കുറ്റബോധം ഈശോ ഇതാ സുഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആദവും അവയും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അവരുടെ സമാധാനത്തെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞ 4 നിഷേധാത്മകമായ വികാരങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 1, അവരുടെ ജീവിതത്തിൽ ഭയമുണ്ടായി. 2, അവർക്ക് അമിതമായ ലജ്ജ വന്നു. അവർ തന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ അവർ ലജ്ജ കൊണ്ട് വിഷമിച്ചു. 3-ാമതായിട്ട് അവരിൽ സംഭവിച്ചത് അതിശക്തമായ കുറ്റബോധം കാരണം ഇതാ ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടപ്പോൾ അവർ ഓടി ഒളിക്കുകയാണ്. 4-ാമതായിട്ട് അവരിൽ സംഭവിച്ച കാര്യം, ആദവും അവയും ഭാര്യാഭർത്താക്കന്മാരെന്ന നിലയിൽ നല്ല സ്നേഹമായിരുന്നു. പക്ഷേ പാപം ചെയ്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നവരായി മാറി, പരസ്പരം വെറുക്കുന്നവരായി മാറി. ഈ 4 മുറിവുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഈ മുറിവുകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രവർത്തന മുഖങ്ങളിൽ വളരെ സൂക്ഷ്മമായ രീതിയിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് ഈ 4 മേഖലകളിലും സൗഖ്യം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, നമ്മളിൽ പാപമുണ്ടായിരുന്ന അവസരത്തിൽ നമ്മുടെ കഴിഞ്ഞ കാലം നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ നിരന്തരമായി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറ്റബോധം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ പീഡനത്തിൻ്റെ കീഴിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കർത്താവ് അത് എടുത്തു മാറ്റിയിരിക്കുകയാണ്. അതായത് നമുക്കിന്ന് നമ്മളോട് പറയാൻ കഴിയണം, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെ നിങ്ങൾക്ക് ഇനി എന്നെ കുറ്റപ്പെടുത്തുവാൻ സാധ്യമല്ല. കാരണം ഈശോ എന്നിൽ നിന്ന് അത് എടുത്തു മാറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പറയാൻ കഴിയും, സാത്താനെ, നിനക്കിനി എന്നെ നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ സാധ്യമല്ല. കാരണം എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ഞാൻ പാപമോചനം സ്വീകരിച്ചത് വഴി ഈശോ എന്നേക്കുമായി
എന്നിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ നിന്നെ കുറ്റപ്പെടുത്താനായിട്ട് യാതൊന്നുമില്ല. ഇത് നമ്മൾ അവകാശപ്പെടാനും അംഗീകരിക്കുവാനും ഇതിലൂടെ ലഭിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും നമ്മൾ തന്നെ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെയും, പാപവും ശിക്ഷയും ഒരുമിച്ചായിരിക്കുക. എല്ലാ പാപത്തിലും ഒരു ശിക്ഷ കിടപ്പുണ്ട്. അതുകൊണ്ട് പാപവും ശിക്ഷയും ഒരുമിച്ചാണ് ഇരിക്കുക. ആര് പാപം ചെയ്യുന്നുവോ ആ വ്യക്തിയുടെ തലയ്ക്ക് മുകളിൽ പാപത്തിന് ശിക്ഷ കിടപ്പുണ്ട്. ബൈബിൾ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്, ഭയം ശിക്ഷയെക്കുറിച്ചാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ തലയ്ക്ക് മുകളിൽ ശിക്ഷ കിടക്കുന്നത് കൊണ്ട് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഭയവും കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പാപം കിടന്നപ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ ശിക്ഷ. അതുപോലെ നമ്മൾ ഭയത്തിൻ്റെ കീഴിലായിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഉള്ളിലെ പാപമെല്ലാം ഈശോ എടുത്തു മാറ്റി. അതിൻ്റെ പരിണിതഫലമായി നമ്മുടെ തലയ്ക്ക് മുകളിൽ കിടന്നിരുന്ന പാപത്തിൻ്റെ ശിക്ഷയും ഇതാ പൂർണ്ണമായി നമ്മൾ നീങ്ങിപ്പോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ശിക്ഷാവിധി നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടപ്പാടോ ക്ലേശങ്ങളോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായും ഇതൊരു ശിക്ഷയാണ് എന്ന ചിന്ത അത് നമ്മളിൽ നിന്ന് നീങ്ങിക്കിട്ടിയിരിക്കുകയാണ്. പലപ്പോഴും രോഗം, പരാജയങ്ങൾ, സാമ്പത്തിക തകർച്ച, ഇങ്ങനെയൊക്കെ ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ചിലർ ചെയ്യുന്നത് ഈ രോഗം എന്ന വടിയെടുത്ത് തന്നെ തല്ലുക എന്നതാണ്. സാമ്പത്തിക തകർച്ച എന്ന വടിയെടുത്ത് തന്നെത്താനെ തല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. തന്നെ ഇങ്ങനെ പീഡിപ്പിക്കുക. ഹല്ലേലൂയ. ഇന്ന് സ്നേഹമുള്ള ഈശോ പറയുകയാണ്, ഇതാ ഇനി നീ നിന്നെ തന്നെ ഉപദ്രവിക്കരുത്. രോഗത്തിൻ്റെ അകത്തും സാമ്പത്തിക തകർച്ചയ്ക്കകത്തും നമ്മുടെ ജീവിതത്തിലുണ്ടായ നിരവധിയായ പരാജയങ്ങളുടെ അകത്തും കടന്നിരുന്ന സ്വയം കുറ്റപ്പെടുത്തുന്ന ആ മനോഭാവം പാപം മോചിക്കപ്പെട്ടത് വഴി ഇതാ നമ്മൾ നീങ്ങിപ്പോയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ രോഗവും സാമ്പത്തിക തകർച്ചയും ഒരുപക്ഷെ ചിലപ്പോൾ അവിടെ തന്നെ നിൽപ്പുണ്ടാകും. എന്നാൽ അതിൽ നിറഞ്ഞു നിന്നിരുന്ന നമ്മളെ തന്നെ ശപിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന ആ സ്വഭാവം, ആ ചിന്ത, അത് നമ്മളിൽ നിന്ന് ഇത് നീങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് രോഗത്തിൻ്റെ പേരിൽ, പരാജയത്തിൻ്റെ പേരിൽ നിന്നെ തന്നെ ശപിക്കുക, കുറ്റപ്പെടുത്തുക, പീഡിപ്പിക്കുക, സ്വയം വെറുക്കുക, ഇതെല്ലാം ഇന്ന് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. കാരണം നമ്മളിൽ നിന്ന് പാപം നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈ താഴെ ഇടുക. പ്രിയപ്പെട്ടവരെയും, സാത്താന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്.
ഈശോ നമ്മുടെ പാപം എല്ലാം കഴുകിക്കളഞ്ഞു. ഒരിക്കലും നമ്മൾ പാപമോചനം സ്വീകരിക്കരുത് എന്നാണ് സാത്താൻ്റെ ആഗ്രഹം. കാരണം നമ്മളിൽ പാപമുള്ളപ്പോൾ സാത്താന് നമ്മളിൽ ഒരു ചെറിയ അവകാശമുണ്ട്. അതുകൊണ്ടാണ് പാപമോചനം സാത്താൻ വെറുക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ പാപമോചനം സ്വീകരിക്കരുത് എന്നാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാവരും തന്നെ ഈശോയിൽ നിന്ന് പാപമോചനം സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി സാത്താൻ എന്തായിരിക്കും ചെയ്യാൻ കഴിയുക? നമ്മുടെ തലയ്ക്കകത്ത് സംശയങ്ങൾ ഉണ്ടാക്കുക. ഇന്ന് തന്നെ കുംസാരിക്കാൻ പോയ ചിലരെങ്കിലും കുംസാരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവർ കാണും, അയ്യോ എല്ലാം പറയാൻ വേണ്ടി ഞാൻ പോയി, കുംസാര സമയത്ത് ചിലതൊക്കെ മറന്നുപോയി പറയാൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഓർത്തുകൊണ്ട് പോയതാണ്, പക്ഷെ അവിടെ ചെന്നപ്പോൾ മുഴുവനൊക്കെ അങ്ങോട്ട് പറയാനായിട്ട് ചിലതൊക്കെ മറന്നുപോയി. വെളിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അയ്യോ ഇത് വിട്ടുപോയല്ലോ എന്ന്. തന്നെയല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയിലും പ്രസംഗവും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പാവം പറയാൻ മറന്നുപോയല്ലോ എന്ന് ചിന്തയായി. അങ്ങനെ മറന്നു കിടക്കുന്ന ചില പാവങ്ങൾ കുംസാരത്തിന് ശേഷം ഓർമ്മയിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ചിലർ വിചാരിക്കും ഇനിയിപ്പോൾ എന്തു ചെയ്യും, രണ്ടാമത് ഇനി ഓടിച്ചെന്ന് കുംസാരിക്കണോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലരുടെ മനസ്സിൽ പൊങ്ങി വരാവുന്നതാണ്. സഹോദരങ്ങളെ അറിഞ്ഞിരിക്കുക, നമ്മുടെ കർത്താവ് നമ്മളെ കഴുകുന്ന കർത്താവാണ്. ഈശോ കഴുകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മൂലയോ വേറൊരു മൂലയോ അല്ല, നമ്മളെ മുഴുവനായിട്ടാണ് ഈശോ കഴുകുന്നത്. നമ്മളോട് മുഴുവനായിട്ടാണ് ഈശോ ക്ഷമിക്കുന്നത്. അപ്പം അതുകൊണ്ട് കുമ്പസാരത്തിന് ശേഷം ഏതെങ്കിലും പാപങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് പൊങ്ങി വന്നാൽ നിങ്ങൾ ആരും അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ അങ്ങ് സമർപ്പിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. കുർബാനയിൽ നിന്ന് പാപമോചനത്തിന് ശക്തി ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് സമർപ്പിച്ചാൽ മാത്രം മതി. കർത്താവ് ഇത് അങ്ങേക്ക് തരുന്നു. കാരണം എന്തിനാണ് കർത്താവ് അങ്ങനെ ഉറപ്പിച്ചു തരുന്നത്? പാപമോചനം ഒരു അബോധാവസ്ഥയിൽ നടക്കേണ്ട ഒരു കാര്യമല്ല. ഈശോ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ അത് നമുക്ക് തന്നെ കർത്താവ് വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് നീ മറന്നു കിടന്ന ഈ പാപവും കൂടി ഇതാ നിന്നിൽ നിന്ന് എടുത്തു മാറ്റുന്നു, ഇതാ ഞാൻ മാറ്റിയിരിക്കുന്നു. അപ്പം നമ്മളത് അംഗീകരിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞ് ആ പാപവനും സ്വീകരിക്കുക. അല്ലാതെ മറന്നു കിടക്കുന്ന പാപങ്ങൾ വീണ്ടും ഓർത്ത് സ്വയം പീഡിപ്പിക്കുവാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. ഇനി വേറെ ചിലർക്കുണ്ടാകുന്ന ഒരു സംശയം, ഞാൻ പറഞ്ഞതല്ല അച്ഛൻ കേട്ടോ കേട്ടില്ലയോ, എനിക്ക് അങ്ങനെ മുഴുവനായിട്ട് കൃത്യമായിട്ട് വിശദീകരിച്ച് പറയാൻ പറ്റിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ വിശദീകരണത്തിൻ്റെ കഴിവിലൊന്നും അല്ല പാപമോചനം ഇരിക്കുന്നത്. പാപമോചനം നമ്മുടെ കർത്താവിൻ്റെ കരുണയിൽ അധിഷ്ഠിതമാണ്. അതല്ലാതെ അത് നമ്മുടെ വിശദീകരിച്ച് അതങ്ങനെ അവതരിപ്പിക്കുന്നതിൻ്റെ മിടുക്കിലോ കഴിവിലോ അടിസ്ഥാനമിട്ട ഒന്നല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപമോചനവുമായി സംബന്ധിച്ച് ഇന്ന് ആത്മാർത്ഥതയോടെ കുംസാരവേദിയിലേക്ക് കടന്ന ഒരു വ്യക്തിയും അതിനെക്കുറിച്ചൊരു സംശയമോ ഒന്നും ഇനി തലയ്ക്കകത്ത് കൊണ്ടുവരണ്ട. ആ സംശയം ദൈവത്തിൽ നിന്ന് വരുന്ന സംശയമല്ല. ഇനി ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇച്ചിരി സംശയം ഉണ്ടായാൽ തന്നെ അത് വിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ഉള്ളം സ്വതന്ത്രമാകുവാൻ അനുവദിക്കേണ്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും സഹോദരൻ എന്നടുക്കൽ വന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ കുംസാരിച്ചു, പക്ഷെ ഇപ്പോഴും ചെയ്ത പാപത്തെക്കുറിച്ചുള്ള ഓർമ്മ തലയ്ക്കകത്തിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പാപമോചനം കിട്ടിയോ കിട്ടിയില്ലയോ എന്നൊരു സംശയം.
പ്രിയപ്പെട്ടവരെയും, പാപം ചെയ്തതിനെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ തലയ്ക്കകത്തുണ്ടാകും. ആ ഓർമ്മ തലയ്ക്കകത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് പാപമോചനം കിട്ടിയില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ പാപം നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ ഇതാ വീട്ടിയിരിക്കുന്നു. അതിൻ്റെ ഓർമ്മയാണ് നമ്മളിനി സൂക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം കഴുകപ്പെട്ടതിൻ്റെ ഓർമ്മ. ഇതാ ഈശോ എന്നെ കഴുകിയിരിക്കുന്നു. ഈ ഓർമ്മയാണ് ഇനി നമ്മുടെ തലയ്ക്കകത്തുണ്ടാകേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പാപം ചെയ്തു എന്നത് ശരിയാണ്. പക്ഷേ അതുപോലെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ് ഈശോ എൻ്റെ പാപത്തിൻ്റെ കടങ്ങൾ വീട്ടിയിരിക്കുന്നു എന്നത്. അതുകൊണ്ട് കടം വീട്ടിയതിൻ്റെ ഓർമ്മ, അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈശോ നമ്മുടെ പാപം കഴുകിക്കളഞ്ഞതിന് നമുക്ക് അവിടത്തോട് നന്ദി പറയുക. എപ്പോഴെല്ലാം നമ്മൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഓർക്കുന്നുവോ അപ്പോഴെല്ലാം ഇത് ഈശോ കഴുകിക്കളഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്ദി പറഞ്ഞ് ദൈവത്തിൽ ആനന്ദിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ നമുക്കൊന്ന് കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവായ ഈശോയെ, എന്റെ പാപം കഴിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നെ കഴുകിയ യേശുവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. എന്നെ കഴുകിയ കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെയും, ഇതാ ഈശോ നൽകിയ സൗജന്യമായ പാപമോചനം നമ്മളിന്ന് സ്വീകരിച്ചത് വഴി സാത്താന് നമ്മളിൽ ഇനി അവകാശമില്ല. അതുകൊണ്ട് സാത്താൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ നുണചിന്തകളിൽ നിന്നും നമ്മൾ മോചനം പ്രാപിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിള് സാത്താനെ കുറിച്ച് പറയുന്നത് സാത്താൻ ഒരു നുണയനാണ് എന്നാണ്. നുണയൻ മാത്രമല്ല, നുണയുടെ പിതാവുമാണ്. നിരവധിയായ നുണകൾ നമ്മുടെ തലയ്ക്കകത്ത് സാത്താൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്. സഹോദരങ്ങൾക്കെതിരെ നിരന്തരമായി ഇതാ സാത്താൻ ദൂഷണം പറയുന്നു എന്ന്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നിരന്തരമായി നമ്മുടെ തലയിൽ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പൈശാചിക പീഡയാണെന്ന് വെളിപാടിൻ്റെ പുസ്തകം 10:12 പറയുകയാണ്. നമ്മുടെ തലയിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഇങ്ങനെ ഓർത്തോർത്ത് വരിക. നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് ഫ്രീ ആകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരുടെയെങ്കിലും കുറ്റങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് കുത്തി കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മളെന്ന് പ്രാർത്ഥിക്കണം. പൈശാചികമായ ശക്തി, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തി ഞാനിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. മാതാക്കന്മാരുടെ, ജീവിത പങ്കാളിയുടെ, മക്കളുടെ, സഹപ്രവർത്തകരുടെ എല്ലാം കുറ്റങ്ങൾ തലയിൽ ഇങ്ങനെ ഓർത്തോർത്ത് വരിക. ആ ഓർമ്മയിൽ നിന്നാണ് വെറുപ്പും വൈരാഗ്യവും രൂപം കൊള്ളുന്നത്. നമ്മുടെ ദൈവം സ്നേഹമാണ്. നമ്മളിൽ വളരേണ്ടത് സ്നേഹമാണ്. അതിന് പകരം വെറുപ്പ് നമ്മളിൽ വളരാൻ അനുവദിക്കരുത്. അപ്പം അതുകൊണ്ട്
മറ്റുള്ളവരുടെ നന്മകൾ നമ്മുടെ തലയിൽ ഓർക്കേണ്ടതിന് പകരം പലപ്പോഴും നമ്മുടെ തലയ്ക്കകത്ത് കടന്നു വരുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങളാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളൊരു നിമിഷം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. സഹോദരങ്ങളുടെ, ജീവിത പങ്കാളിയുടെ, മാതാപിതാക്കന്മാരുടെ കുറ്റങ്ങൾ നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കുക, അതിനെ കേന്ദ്രമാക്കി ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ പീഡയിൽ നിന്ന് എന്നെ സ്വതന്ത്രമാക്കണമേ എന്ന് ഈശോയുടെ മുമ്പിൽ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എന്റെ തലയിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തിയെ തുരത്തണമേ, എന്നെ സ്വതന്ത്രമാക്കണമേ. നന്മ കാണേണ്ടതിന് പകരം തിന്മ ഓർത്തോർത്ത് കിട്ടുന്ന ഈ പീഡയിൽ നിന്ന് എന്നെ സ്വതന്ത്രമാക്കണമേ, എന്നെ വിടുവിക്കണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 00914802708098, 00914802702613. ഫാക്സ് 00914802708097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.